വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴത്തെ തന്നെയാണ്, സൈത്തൂൻ മരത്തിനെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആനിൽ 95-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ആയത്തായിട്ട് വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഇന്നലെ അത്തിപ്പഴത്തിനെ പറഞ്ഞപ്പോൾ അതേ ആയത്തിൽ തന്നെ സൈത്തൂനിനെ കുറിച്ചും സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആനിലും പരിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഷജറത്തുൻ ത്വയ്യിബ, അനുഗ്രഹീത വൃക്ഷം എന്ന് സൈത്തൂൻ മരത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്രയും സ്പഷ്ടമായ പുണ്യമുള്ള ഒരു വൃക്ഷം വേറെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതിൻ്റെ തടി മുതൽ അതിൻ്റെ പഴങ്ങൾ വരെ ഔഷധ യോഗ്യങ്ങളുമാണ്. പ്രത്യേകിച്ച് പഴുപ്പ് കൂടി മരത്തിൽ തന്നെ പഴുത്ത് വിളവെടുക്കുമ്പോൾ അതിൻ്റെ കറുപ്പ് കളറും, മൂപ്പ് ആയി പച്ചയിൽ അത് എടുക്കുമ്പോൾ അത് പച്ച കളറുമായിട്ട് വിപണിയിൽ നിന്ന് ധാരാളം കിട്ടുന്നുണ്ട്. കയ്പ് കൂടിയ ഒരു പഴമായതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ടോക്സിൻ അഥവാ വിഷാംശം പുറത്തേക്ക് പോയതിന് ശേഷം അതിൻ്റെ കട്ട് നീങ്ങിയതിന് ശേഷമാണ് ഭക്ഷ്യയോഗ്യമാകുക. ആന്തരികമായിട്ട് എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുക, എന്താണ് ഇതിൻ്റെ ഫലം? ദിവസവും ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പല രോഗങ്ങൾക്കും ശമനമാണ്. രക്തധമനികളിലെ തടസ്സങ്ങൾ നീക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഇത് സഹായിക്കുന്നു. ഹൃദയാഘാത സാധ്യത കുറക്കാൻ ദിവസവും 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് ആധുനിക പഠനശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കുടലിലെ പുണ്ണുകൾ അഥവാ അൾസറുകൾ, മലബന്ധം എന്നിവയ്ക്ക് ഒലീവ് ഓയിൽ ഒരു മികച്ച മരുന്നാണ്. പ്രഭാതത്തിൽ വെറും വയറ്റിൽ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കഴിക്കുന്നത് കുടലിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും ശക്തിപ്പെടുത്താനും കാരണമാകും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ ദിവസവും 1 ടീസ്പൂൺ 2 നേരം ചുടുവെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത് പഞ്ചസാരയുടെ അളവിനെ ചുരുക്കാൻ അത് സഹായിക്കും. ശരീരത്തിൽ ഒലീവ് ഓയിൽ പുരട്ടുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ച കാര്യമാണ്. എക്സിമ, ചൊറിച്ചിൽ തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് ഒലീവ് ഓയിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ വീക്കം കുറക്കുന്നു. സന്ധിവേദന, പേശിവേദന എന്നിവയുള്ള ഭാഗങ്ങളിൽ ഒലീവ് ഓയിൽ ചെറുതായി ചൂടാക്കി അതുകൊണ്ട് മസാജ് ചെയ്താൽ രക്തയോട്ടം വർദ്ധിക്കാനും വേദന കുറക്കാനും സഹായിക്കും. മുടി കൊഴിച്ചിൽ തടയാനും താരൻ ഇല്ലാതെയാകാനും തലയിൽ ഒലീവ് ഓയിൽ തേക്കുന്നത് നല്ലതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായിട്ടും ഉപയോഗിച്ചതായിട്ടും പല ഹദീസുകളിലും നമുക്ക് കാണാം. ഒലീവിൻ്റെ ഇലകൾ ചവക്കുന്നത് വായപ്പുണ്ണിനും പല്ലുവേദനക്കും ആശ്വാസം നൽകുമെന്ന് വൈദ്യഗവേഷകർ പറയുന്നുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങൾ, ടോക്സിൻ പുറന്തള്ളാൻ ഒലീവ് ഓയിൽ കഴിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ ഹിജാമ കപ്പിങ്, ദുഷിച്ച രക്തത്തിനെ പുറന്തള്ളാൻ ഹിജാമ ചെയ്യാറുണ്ട്. അതിൻ്റെ മുന്നോടിയായി ശരീരത്തിൽ ഒലീവ് എണ്ണ തേച്ച് മസാജ് ചെയ്യുകയും പിന്നീട് ഹിജാമ ചെയ്യുകയും ചെയ്താൽ ശരീരത്തിലെ ടോക്സിനുകൾ പുറത്തേക്ക് തള്ളുകയും ശക്തിയുള്ള ഉന്മേഷമുള്ള ശരീരമായി തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള അറിവുകൾ വീണ്ടും പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും.